കറണ്ട് അഫയേഴ്സ് 2026 മെയ്. ചോദ്യം: ലോക്സഭയിൽ കുറ്റവിചാരണ നേരിടുന്നതിനിടെ ഏത് ഹൈക്കോടതി ജഡ്ജിയാണ് ഈയിടെ രാജിവെച്ചത്? ഉത്തരം: യശ്വന്ത് വർമ്മ. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയുടെ ഔട്ട് ഹൗസിൽ സംശയാസ്പദമായ രീതിയിൽ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയിരുന്നു. ചോദ്യം: ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏത് ദ്വീപുകളുടെ പരമാധികാരം മൗറീഷ്യസിന് കൈമാറാനുള്ള കരാറാണ് ബ്രിട്ടീഷ് സർക്കാർ മരവിപ്പിച്ചത്? ഉത്തരം: ചാഗോസ്. ഈ ദ്വീപ സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഡീഗോ ഗാർഷ്യയിലാണ് US ബ്രിട്ടീഷ് സേനാ താവളം സ്ഥിതി ചെയ്യുന്നത്. ചോദ്യം: ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്ത ഗായിക എന്ന ഗിന്നസ് ലോക റെക്കോർഡ് നേടിയ ഗായിക ഏപ്രിൽ 12 മുംബൈയിൽ അന്തരിച്ചു. ആരാണ് അത്? ഉത്തരം: ആശാ ഭോസ്ലെ. ഗായിക ലതാ മങ്കേഷ്കർ ഇവരുടെ മൂത്ത സഹോദരിയാണ്. ചോദ്യം: രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനായി തുടർച്ചയായി എത്രാം തവണയാണ് ഹരിവംശ് നാരായൺ സിംഗ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം: 3-ാം തവണ. ചോദ്യം: ഹംഗറിയുടെ പുതിയ പ്രധാനമന്ത്രിയാര്? ഉത്തരം: പീറ്റർ മജാർ. ചോദ്യം: അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ അഥവാ ICCയുടെ 2026 മാർച്ചിലെ മികച്ച താരത്തിനുള്ള പുരസ്കാരം നേടിയ മലയാളിയാര്? ഉത്തരം: സഞ്ജു സാംസൺ. ചോദ്യം: വിസ്ഡൻ അൽമനോക്ക് ക്രിക്കറ്റ് പുരസ്കാരങ്ങളിൽ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടതാര്? ഉത്തരം: ഓസ്ട്രേലിയയിലെ മിച്ചൽ സ്റ്റാർക്ക്. മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടതാര്? ഉത്തരം: ഇന്ത്യയിലെ ദീപ്തി ശർമ്മ. ചോദ്യം: 2026 ഏപ്രിൽ 16 ലോക്സഭയിൽ അവതരിപ്പിച്ച വനിതാ സംവരണ ബിൽ എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലായാണ് അവതരിപ്പിച്ചത്? ഉത്തരം: 131-ാമത്തെ. ചോദ്യം: ചൈന ഈയിടെ അരുണാചൽ പ്രദേശിന് നൽകിയ പേരെന്താണ്? ഉത്തരം: സൻഗ്നാൻ. ചോദ്യം: ഏത് മുൻ പ്രധാനമന്ത്രിയുടെ ജന്മശതാബ്ദിക്കാണ് 2026 ഏപ്രിൽ 17 തുടക്കം കുറിച്ചത്? ഉത്തരം: S ചന്ദ്രശേഖർ. ചോദ്യം: ലഡാക്കിലെ സിംഹം എന്ന് വിളിക്കപ്പെട്ട കാർഗിൽ യുദ്ധനായകൻ ആര്? ഉത്തരം: കേണൽ സോനം വാങ്ചുക്. ചോദ്യം: ഏത് ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവിൻ്റെ 200-ാം ജന്മവാർഷികാഘോഷങ്ങൾക്കാണ് 2026 ഏപ്രിൽ 11 തുടക്കം കുറിച്ചത്? ഉത്തരം: ജ്യോതിബ ഫുലെ.